ഹായ് ഫ്രണ്ട്സ്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പുതിയ പാറ്റേൺസും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആശയവിനിമയത്തിന് സഹായിക്കുന്ന കുറച്ച് സെൻറ്റൻസുകളും പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ഐ വാണ്ട് യു ടു പ്ലസ് വെർബ്. വെർബ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിയകളാണ്, അഥവാ ഡു എന്നുള്ളതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻസ്. ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഐ വാണ്ട് യു ടു ഡു ദാറ്റ് എന്നാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസ് പാറ്റേണിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഐ വാണ്ട് യു ടു കം വിത്ത് മീ, അഥവാ നിങ്ങൾ എൻ്റെ കൂടെ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ശ്രദ്ധിക്കുക, ഐ വാണ്ട് യു ടു കം വിത്ത് മീ, നിങ്ങൾ എൻ്റെ കൂടെ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ. ഐ വാണ്ട് യു ടു ലവ് മീ ഓൾ ത്രൂ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ വാണ്ട് യു ടു ലവ് മീ ഓൾ ത്രൂ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലുടനീളം നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഐ വാണ്ട് യു ടു ബി ഹാപ്പി ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ വാണ്ട് യു ടു ബി ഹാപ്പി ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത സെൻറ്റൻസ് നോക്കാം. ഐ വാണ്ട് യു ടു ഹാവ് എ നൈസ് ജോബ്. നിങ്ങൾക്ക് നല്ല ഒരു ജോലി ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ വാണ്ട് യു ടു ഹാവ് എ നൈസ് ജോബ്. നിങ്ങൾക്ക് നല്ല ഒരു ജോലി ഉണ്ടായിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഐ വാണ്ട് യു ടു ബി എ ബിസിനസ് പേഴ്സൺ. നിങ്ങളൊരു ബിസിനസ് വ്യക്തിയാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അഥവാ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതല്ലെങ്കിൽ ഐ വാണ്ട് യു ടു ബി എ ഡോക്ടർ. നിങ്ങളൊരു ഡോക്ടർ ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഐ വാണ്ട് യു ടു ബി യുവർ ഹസ്ബൻഡ്. നിങ്ങളുടെ ഹസ്ബൻഡ് ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഹസ്ബൻഡ് ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ വാണ്ട് യു ടു ബി യുവർ ഹസ്ബൻഡ്. നെക്സ്റ്റ് വൺ. അപ്പോൾ നമുക്ക് ഐ വാണ്ട് യു ടു എന്നുള്ള ആ ഒരു ആശയം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള എക്സാമ്പിളുകൾ ക്രിയേറ്റ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് നോക്കാം. ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. ഇത് ഓരോ സെൻറ്റൻസിലും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നല്ല കാര്യമാണ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ഗുഡ് തിങ് ദാറ്റ് യു ഹാവ് കം. നീ വന്നിട്ടുള്ളത്, യു ഹാവ് കം എന്ന് പറഞ്ഞാൽ നീ വന്നിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ്, അഥവാ നീ വന്നിട്ടുള്ളത് നല്ലൊരു കാര്യമായി. ഇറ്റ് ഈസ് എ ഗുഡ് തിങ് ദാറ്റ് യു ഹാവ് കം. നീ വന്നത് നല്ലൊരു കാര്യമായി എന്ന് പറയാം. അപ്പോൾ നമ്മൾ താഴെ പറയുന്ന ഓരോ സെൻറ്റൻസിന് മുൻപിലായിട്ടും ഇറ്റ് ഈസ് എ ഗുഡ് തിങ് എന്നുള്ളത് ഉപയോഗിക്കാൻ മറക്കരുത്. അടുത്ത സെൻറ്റൻസ് ഒന്ന് റീഡ് ചെയ്തേ. ഫസ്റ്റ് ഇറ്റ് ഈസ് എ ഗുഡ് തിങ് എന്ന് പറയുക, അതിനുശേഷം സെൻറ്റൻസ് പറയുക. ഇറ്റ് ഈസ് എ ഗുഡ് തിങ് ദാറ്റ് യു ഹാവ് സ്പോക്ക് ദ ട്രൂത്ത്. അഥവാ നീ സത്യം പറഞ്ഞത് നന്നായി. ഇറ്റ് ഈസ് എ ഗുഡ് തിങ്, നല്ലൊരു കാര്യമായി. ദാറ്റ് യു ഹാവ് സ്പോക്ക് ദ ട്രൂത്ത്, നീ സത്യം പറഞ്ഞത് നല്ലൊരു കാര്യമായി. അടുത്തത്, ഇറ്റ് ഈസ് എ ഗുഡ് തിങ് ദേ ഡിഡിന്റ് നോ അബൌട്ട് ദിസ്. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് നല്ലൊരു കാര്യമായി. ഇറ്റ് ഈസ് എ ഗുഡ് തിങ് ദേ ഡിഡിന്റ് നോ അബൌട്ട് ദിസ്. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് നല്ലൊരു കാര്യമായി എന്നുള്ളതാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ഗുഡ് തിങ് വി ഡിഡിന്റ് സൈൻ ദ കോൺട്രാക്ട്. നമ്മൾ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാത്തത് നല്ലൊരു കാര്യമായി. ഇറ്റ് ഈസ് എ ഗുഡ് തിങ് വി ഡിഡിന്റ് സൈൻ ദ കോൺട്രാക്ട്. നമ്മൾ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാത്തത് വളരെ നല്ലൊരു കാര്യമായി. ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് എ ഗുഡ് തിങ് ദേ ടോൾഡ് അസ് അബൌട്ട് ഇറ്റ് ഇൻ അഡ്വാൻസ്. അവർ മുൻകൂറായിട്ട് അതിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞത് നന്നായി. ഇറ്റ് ഈസ് എ ഗുഡ് തിങ്, അത് നന്നായി. ദേ ടോൾഡ് അസ്, അവർ നമ്മളോട് പറഞ്ഞത്. അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച്. ഇൻ അഡ്വാൻസ്, മുൻകൂറായി. അവരതിനെക്കുറിച്ച് മുൻകൂറായി നമ്മളോട് പറഞ്ഞത് നല്ലൊരു കാര്യമായി. ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി ദ വേ എന്നുള്ളത് സെൻറ്റൻസുകളിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. ദ വേ എന്ന് പറഞ്ഞാൽ രീതി, ആ രീതി, ഇത് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഓക്കെ, സെൻറ്റൻസുകൾ വരുന്ന സമയത്ത് ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ദ വേ യു സെഡ് ഇറ്റ് വാസ് നൈസ്.
നീ പറഞ്ഞ ആ രീതി അത് നന്നായി. The way you said it was nice. നീ പറഞ്ഞ ആ രീതി നന്നായി. The way he played was stupid. അവൻ എന്തോ ഒരു കാര്യം ചെയ്തു, അഥവാ ഒരു റോങ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തത്. അപ്പോൾ അത് മെൻഷൻ ചെയ്യാൻ the way he played was stupid. അവൻ കളിച്ച രീതി ഒരുമാതിരി കളിയായിപ്പോയി എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മീനിങ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു സെന്റൻസ്, the way he spoke made me angry. he spoke എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സംസാരിച്ചത്, made me angry എന്നെ ദേഷ്യത്തിലാക്കി. അവൻ സംസാരിച്ച രീതി എന്നെ ദേഷ്യത്തിലാക്കി. the way he spoke made me angry. അവൻ എന്നോട് സംസാരിച്ച രീതി എന്നെ ദേഷ്യത്തിലാക്കി. അടുത്ത സെന്റൻസ്, the way he dresses in horrible. അവൻ ഡ്രസ്സ് ധരിക്കുന്ന രീതി വളരെയധികം ഭയങ്കരമാണ്, പേടിപ്പെടുത്തുന്നതാണ്. നെക്സ്റ്റ് വൺ, the way he spoke to you made it obvious that he was interested in you. അദ്ദേഹം നിങ്ങളോട് സംസാരിച്ച രീതിയിൽ നിന്ന് വളരെ വ്യക്തമായി അദ്ദേഹത്തിന് നിങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്. അദ്ദേഹം നിങ്ങളോട് സംസാരിച്ച രീതിയിൽ നിന്നും വളരെയധികം വ്യക്തമായി he was interested in you. അദ്ദേഹത്തിന് നിങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന്, താല്പര്യമുണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് വൺ, who എന്നുള്ളത് എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കുക? I didn't know who he was. എനിക്കറിയില്ല അദ്ദേഹം ആരായിരുന്നു എന്നുള്ളത്. I didn't know, എനിക്കറിയില്ല who he was, അദ്ദേഹം ആരായിരുന്നു എന്നുള്ളത്. Who was it? അത് ആരായിരുന്നു? That shut down the computer. കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തത് ആരായിരുന്നു? Who was it that shut down the computer? കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തിരുന്നത് ആരായിരുന്നു? Tell me if you know who he is. എന്നോട് പറയൂ, if you know, നിങ്ങൾക്ക് അറിയുമെങ്കിൽ, who he is, അവൻ ആരാണ് എന്നുള്ളത്. നിങ്ങൾക്ക് അവൻ ആരാണ് എന്നറിയുമെങ്കിൽ എന്നോട് പറയുമോ? Tell me, പറയൂ. Tell me if you know who he is. അടുത്ത സെന്റൻസ്, show me your friends. നിങ്ങളുടെ show me, എനിക്ക് കാണിച്ചു തരൂ, your friends, നിങ്ങളുടെ കൂട്ടുകാരെ. and I will tell them, ഞാൻ അവരോട് പറയും, who you are, നിങ്ങൾ ആരാണ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ, you don't realize, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, who you are speaking to, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് you don't realize who you are speaking to എന്നുള്ളതിൻ്റെ അർത്ഥം. ഇനി what എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഇതെങ്ങനെയാണ് നമ്മൾ സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. ടേക്ക്, എടുത്തോ. വാട്ട് യു വാണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത് എങ്കിൽ. ടേക്ക്, എടുത്തോ. വാട്ട് യു വാണ്ട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. ടേക്ക് വാട്ട് യു വാണ്ട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾ എടുത്തോളൂ. അടുത്തത്, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാകുന്നില്ല, വാട്ട് ഹി സേസ്, അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി സേസ്, അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അടുത്ത സെന്റൻസ്, ഐ വിൽ ടെൽ യു, ഞാൻ നിങ്ങളോട് പറയാം, വാട്ട് ഓൾ ഐ നോ, എനിക്ക് അറിയാവുന്നതെല്ലാം. ഐ വിൽ ടെൽ യു വാട്ട് ഓൾ ഐ നോ, എനിക്ക് അറിയാവുന്നതെല്ലാം ഞാൻ നിങ്ങളോട് പറയാം. നെക്സ്റ്റ് വൺ, ഡു, ചെയ്തോ. വാട്ട് യു വാണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടതെങ്കിൽ ചെയ്തോ. ഐ ഡോണ്ട് കെയർ, അത് ഞാൻ കാര്യമാക്കുന്നില്ല, അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഡു വാട്ട് യു വാണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. ഐ ഡോണ്ട് കെയർ, ഞാനത് കാര്യമാക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം എന്നുള്ളത് പഠിച്ചു. അഥവാ സെൻറ്റൻസുകളിൽ അതിൻ്റെ സെൻറ്ററിലും ഒക്കെ ആയിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിക്കാം എന്നുള്ളത് പഠിച്ചു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐ വാണ്ട് യു ടു ഡു എന്നുള്ള ഒരു പാറ്റേണും പഠിച്ചു. ഇതെല്ലാം ഇംഗ്ലീഷ് ആശയവിനിമയത്തിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇംഗ്ലീഷ് ആശയവിനിമയം നടത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ലെസൺ ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഈ ലെസൺ ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഓരോ ലെസൺസും നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ലെസൺസ്. താങ്ക് യു സോ മച്ച്.